ആരുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ? ആരാണ് എല്ലാത്തിനും അന്ത്യം കുറിക്കാൻ? അന്ത്യം കുറിച്ചില്ലെങ്കിലും അതിന് തുടക്കമിടാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അതിന് ആര് വരും? മോദി സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഇന്ത്യൻ ജനത ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇതായിരുന്നു. എന്നാൽ അപ്പോഴാണ് ജൻസികൾ, വിദ്യാർത്ഥികൾ എത്തുന്നത്. അതും പ്രധാനമന്ത്രിയെ പോലും ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന, കുറുക്കി കൊള്ളുന്ന മറുപടി നൽകുന്ന നല്ല ഒന്നാന്തരം ഉശിരുള്ള യുവത്വം. ഒന്നും തകർക്കാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല എന്ന ഭാവത്തിൽ യഥേഷ്ടം കാര്യങ്ങൾ നടത്തിപ്പോന്ന BJP സർക്കാർ റിയാലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരു ഒറ്റയടി മതി. ഇന്ത്യയിലെ ജനങ്ങൾ മോദിയുടെ പ്രഭാവലയത്തിലാണെന്ന തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ആ അടി മാത്രം മതിയാവും. സോഷ്യൽ മീഡിയയിൽ ഒരു മീമോ ട്രോളോ ഒക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ചിരിച്ചു തള്ളാറാണ് പതിവ്, അല്ലേ? എന്നാൽ ആ ട്രോളുകൾക്ക് ശതകോടികൾ മുടക്കി കെട്ടിപ്പടുത്ത ഭരണാധികാരികളുടെയും വൻകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിച്ഛായയെ അക്ഷരാർത്ഥത്തിൽ കാറ്റിൽ പറത്താൻ ശേഷിയുണ്ടെന്ന് പറഞ്ഞാൽ മുമ്പൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ പോസ്റ്റും തിരഞ്ഞുപിടിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ നടപടികൾ എടുക്കുമ്പോഴും അതൊന്നും അവസാനിപ്പിക്കാൻ ഇപ്പോഴും ജൻസികൾ തയ്യാറായിട്ടില്ല. എന്തൊക്കെ ചെയ്താലും ഇന്ത്യ അങ്ങനെ തോറ്റുകൊടുക്കില്ല. ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കില്ല. എത്ര അടിച്ചമർത്താൻ നോക്കിയാലും, ജയിലിലടച്ചാലും, തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താലും ഇന്ത്യൻ ജനങ്ങൾ അതിൽ നിന്നെല്ലാം എഴുന്നേറ്റ് വരുമെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദില്ലി തെരുവുകളിലും ഇന്ത്യയിലുടനീളവും നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അത് ഏറെക്കുറെ അടങ്ങുമ്പോഴും ഡിജിറ്റൽ ലോകത്ത് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിച്ച പരാജയപ്പെടാത്ത ബിംബം എന്ന പ്രതിച്ഛായയ്ക്ക് മേൽ വലിയൊരു വിള്ളൽ വീണിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ചോർച്ചയെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നതും അതിനു പിന്നിൽ ഉയർന്നു വന്ന ജെൻസി തലമുറയുടെ ഡിജിറ്റൽ പ്രതിരോധവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയും സർക്കാരും പറയുന്ന നുണകളെല്ലാം ചോദ്യം ചെയ്ത്, ജനവികാരത്തിനെതിരായ ഓരോ നടപടികളും ചോദ്യം ചെയ്ത് അവർ നിരത്തിലും ഡിജിറ്റൽ സ്പേസിലും എത്തുമ്പോൾ ഏതാണ്ട് ഇതൊക്കെ തന്നെ ചെയ്ത് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൽ വിള്ളലുകൾ വീഴുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മോദി സർക്കാരിന് പിന്മാറേണ്ടി വന്ന മൂന്നാമത്തെ സന്ദർഭമാണിത്. ആദ്യത്തേത് CAA വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നുള്ള NRC മരവിപ്പിക്കലായിരുന്നു. ഒരു വർഷം നീണ്ട കർഷക സമരത്തെ തുടർന്നുള്ള കാർഷിക നിയമങ്ങൾ പിൻവലിക്കലായിരുന്നു രണ്ടാമത്തേത്. എന്നാൽ ഇപ്പോഴത്തെ സമരത്തിലേക്ക് വന്ന അത് മറ്റ് സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഈ പ്രതിഷേധം ഭരണകൂടത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ മധ്യവർഗ കുടുംബങ്ങളിലെയും വിദ്യാർത്ഥികളിലെയും രോഷമാണ് പുറത്തു കൊണ്ടുവന്നത് എന്നതാണ്. ജാതി, മത, ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം ഇന്ത്യയിലെ വരാനിരിക്കുന്ന തലമുറ ഒന്നടങ്കം സർക്കാരിനെതിരെ ശബ്ദമുയർത്തി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രാജ്യത്തെ രാഷ്ട്രീയ പ്രചരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. ശതകോടികൾ മുടക്കിയുള്ള PR ഏജൻസികൾ, ഓർഗനൈസ്ഡ് IT സെല്ലുകൾ, ഒപ്പം ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന വൻകിട മാധ്യമങ്ങൾ എന്നിവ ചേർന്ന് നിർമ്മിച്ചെടുത്ത പ്രതിച്ഛായകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പല നേതാക്കളുടെയും ജനപ്രീതിയും സ്വാധീനവും നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് അതിന് വലിയൊരു തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭരണ സംവിധാനങ്ങൾ പോലീസിനെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ഉപയോഗിച്ച് ഓൺലൈൻ പോസ്റ്റുകളും പരിഹാസ വീഡിയോകളും നീക്കം ചെയ്യാൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്? എന്തുകൊണ്ടാണ് അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ ഒരു മീമിനെയോ ട്രോളിനെയോ ഇത്രയധികം ഭയപ്പെടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നേരിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളെക്കാൾ, അല്ലെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന ഗൗരവപരമായ ചർച്ചകളെക്കാൾ വേഗത്തിൽ ഒരു നേതാവിൻ്റെ കെട്ടിപ്പടുത്ത പ്രതിച്ഛായയും ജനങ്ങൾക്കിടയിലെ ഭയത്തെയും ഇല്ലാതാക്കാൻ ഹാസ്യത്തിനും ആക്ഷേപഹാസ്യത്തിനും സാധിക്കും. ഒരു നേതാവ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓറ തകരുന്നതോടെ ഭരണകൂടം ജനങ്ങളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭയത്തിൻ്റെ ആവരണമാണ് അവിടെ അഴിഞ്ഞു വീഴുന്നത്. 2014 മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെയും കോൺഗ്രസ് നേതാക്കളെയും പരിഹസിച്ച് പ്രചരണങ്ങൾ നടത്തിയിരുന്നത് ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ സംവിധാനങ്ങളായിരുന്നു. അന്ന് ഡിജിറ്റൽ ലോകത്ത് നിർമ്മിച്ചെടുത്ത അതേ ഹാസ്യതന്ത്രങ്ങളാണ് ഇന്ന് തിരിച്ചടിയാകുന്നത്. പക്ഷേ ഇത്തവണ ഒരു വലിയ വ്യത്യാസമുണ്ട്. മുമ്പ് ഇത് ആസൂത്രിതമായി നിർമ്മിച്ചെടുത്ത IT സെൽ പ്രചരണങ്ങളായിരുന്നെങ്കിൽ ഇന്ന് യാതൊരുവിധ പണച്ചെലവോ രാഷ്ട്രീയ അജണ്ടയോ ഇല്ലാതെ സാധാരണക്കാരായ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇത് ചെയ്യുന്നത്. അതായത് ശതകോടികൾ മുടക്കി വർഷങ്ങളെടുത്ത് കെട്ടിപ്പടുത്ത പ്രതിച്ഛായ നിർമ്മിതികളെയാണ് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള മീമുകളിലൂടെ ഇവർ തകർത്ത് കളയുന്നത്. പൊതുജനങ്ങളുടെയോ പ്രതിപക്ഷത്തിന്റെയോ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരുടെ രാജി വാങ്ങില്ല എന്നത് കഴിഞ്ഞ 9-ലധികം വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിച്ചിരുന്ന രീതിയായിരുന്നു. എന്നാൽ നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ രാജ്യത്തുടനീളം ഉയർന്ന ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു.
ധർമ്മേന്ദ്ര പ്രധാൻ BJPയുടെ വെറും ഒരു മന്ത്രി മാത്രമായിരുന്നില്ല. ഒഡീഷയിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനും പാർട്ടിയിലെ പ്രധാന സംഘാടകനുമായിരുന്നു അദ്ദേഹം. ഇവിടെ രസകരമായ മറ്റൊരു ചരിത്ര വൈപരീത്യം കൂടിയുണ്ട്. 1997 ഒഡീഷയിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ 1500-ലധികം വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിച്ച അന്നത്തെ ABVP നേതാവായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അന്ന് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ അദ്ദേഹം അന്ന് നേടിയെടുത്ത ആ പ്രക്ഷോഭകന്റെ പ്രതിച്ഛായയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ വളർത്തിയത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതേ പരീക്ഷാ ചോർച്ച വിഷയത്തിൽ രാജ്യത്തെ യുവതലമുറയുടെ പ്രതിഷേധത്തിന് മുന്നിൽ അദ്ദേഹത്തിന് സ്വന്തം പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. ഇനി സമരത്തിലേക്ക് വന്നാൽ മുതിർന്ന തലമുറകളിൽ നിന്നോ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നോ തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ജെൻസി തലമുറയുടെ സമീപനം. ഭയം എന്ന ഘടകം അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതേയില്ല. അടിച്ചമർത്താനോ ഭയപ്പെടുത്താനോ ശ്രമിക്കും തോറും അവർ കൂടുതൽ സർഗാത്മകമായും പരിഹാസരൂപേണയും പ്രതികരിക്കുകയും ചെയ്യും. നീറ്റ് പരീക്ഷാ ചോർച്ച പുറത്തു വന്നപ്പോൾ വിഷയം നിസ്സാരവൽക്കരിക്കാനാണ് മന്ത്രാലയം ആദ്യം ശ്രമിച്ചത്. എന്നാൽ ഇത് വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. സുപ്രീം കോടതിയിൽ നിന്നുള്ള ചില പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പരിഹാസങ്ങളെ അതിജീവിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ജനറേറ്റീവ് എയും മീമുകൾ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ പ്രസ്ഥാനം രൂപപ്പെട്ടു. പിന്നീട് കണ്ടത് ജെൻസിയുടെ സമരമുറയാണ്, പ്രതിഷേധമാണ്. ലാത്തിചാർജോ പോലീസ് നടപടികളോ പോലും അവർ സോഷ്യൽ മീഡിയയിലെ തമാശകളും ട്രെൻഡുകളുമാക്കി മാറ്റുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്തു. സോനം വാങ്ചുകിനെ പോലെയുള്ള പ്രമുഖർ പിന്തുണയുമായി എത്തിയതോടെ സമരം ശക്തിപ്പെട്ടു. സമാധാനപരമായ പ്രതിഷേധം ഭരണഘടനാപരമായ അവകാശമാണെന്നും അതിനെ ലാത്തി കൊണ്ടും തോക്കുകൊണ്ടുമല്ല നേരിടേണ്ടതെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും വ്യക്തമാക്കേണ്ടി വന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എത്ര വലിയ അധികാരത്തിലായാലും ജനങ്ങൾക്ക് അവരുടെ മേലുള്ള ഭയം നഷ്ടപ്പെട്ടാൽ ആ അധികാരം പിന്നീട് നിഷ്പ്രഭമാകുമെന്ന് ഈ ജെൻസി പ്രക്ഷോഭം തെളിയിക്കുന്നു. ഇനി ഇവിടം കൊണ്ടും തീരുന്നില്ല. വിദ്യാർത്ഥി സമരത്തിന് പുറമെ രാജ്യത്തെ 50 കോടിയോളം വരുന്ന വാഹന ഉടമകളെ ബാധിക്കുന്ന, മറ്റ് സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റു നിരവധി വിഷയങ്ങൾ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതിലൊന്നാണ് E20 എഥനോൾ പെട്രോൾ വിഷയം. രാജ്യത്തുള്ള 70% വാഹനങ്ങളും 2023 മുമ്പ് നിർമ്മിച്ചവയാണ്. ഈ വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് 20% എഥനോൾ കലർന്ന E20 പെട്രോൾ അനുയോജ്യമല്ല. കരിമ്പ് കർഷകരെ സഹായിക്കാൻ എന്ന പേരിൽ കൊണ്ടുവരുന്ന ഈ പദ്ധതി കൊണ്ട് സാധാരണക്കാരായ വാഹന ഉടമകളും ടാക്സി ഡ്രൈവർമാരാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നത്. ശാസ്ത്രീയ പഠനങ്ങളോ കൃത്യമായ തയ്യാറെടുപ്പുകളോ ഇല്ലാതെ എടുത്ത ഈ തീരുമാനം കടുത്ത ജനരോഷത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം പരീക്ഷാ ചോർച്ച തടയാൻ പുതിയ ബില്ലുകൾ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള സ്ഥാപനങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാന പദവികളിൽ എത്തുന്നത് സർക്കാരിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു. തൊഴിലില്ലായ്മ, കർഷക കടബാധ്യതകൾ, അയോധ്യ ക്ഷേത്ര നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പ് ആരോപണങ്ങൾ എന്നിവയെല്ലാം ഒരേ സമയം സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഒരു മന്ത്രി രാജിവെച്ചു എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ പരീക്ഷാ സംവിധാനങ്ങളിലെ തകരാറുകൾ പരിഹരിക്കപ്പെടുമോ? ഭാവി തുലാസിലായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സുതാര്യമായ നീതി ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുമോ? അത് ഉണ്ടായേക്കണമെന്നില്ല. എന്നിരുന്നാലും പണവും സ്വാധീനവും കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ബിംബങ്ങൾക്ക് മുന്നിൽ ജനങ്ങളുടെ ചോദ്യങ്ങളും ഹാസ്യവും എത്രത്തോളം ശക്തമായ ആയുധമാണെന്നാണ് ഈ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് സമയവും ആരും ചോദ്യം ചെയ്യാനുണ്ടായേക്കാമെന്നും പ്രതിച്ഛായകൾ തകർന്നു വീണേക്കാമെന്നുമുള്ള മുന്നറിയിപ്പ്, ആ പേടി ഇനി സർക്കാരിനുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെയൊന്നും തോറ്റുകൊടുക്കില്ലെന്നേ.